അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കൻ ചെറുതായി പീസാക്കി അതിലേക്ക് നമുക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സാക്കി ഒന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചിക്കനൊന്ന് കുക്കാവുന്നവരെ കാത്തിരിക്കാം. പിന്നെ നമുക്ക് ചിക്കൻ കുക്കായി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി വീണ്ടും ഒന്ന് അടിച്ച് വെക്കണം. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, പൊടിയായി അരിഞ്ഞ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഒന്ന് സവാള വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് പിന്നെ 1 ടേബിൾ സ്പൂൺ സോസും മയോണൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സമൂസ ഒട്ടിക്കുന്ന മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് മാറ്റി വെക്കാം. ഇനി സമൂസ ഫോൾഡ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് എത്ര നോക്കിയിട്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല. എൻ്റെ സിസ്റ്ററാണ് ഇതാക്കുന്നത്. ആദ്യം ഇതുപോലെ ഒരു ത്രികോണം പോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കലാണ്. ഫില്ലിങ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ത്രികോണം ആക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബാക്കി വരുന്ന ആ ഭാഗത്ത് മൈദ വെച്ച് ഒട്ടിച്ചു കൊടുക്കലാണ്. ഇതുപോലെ മുഴുവൻ സമൂസയും ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് സമൂസ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന ടൈം മീഡിയം ഫ്ലെയിം ആക്കണം. ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. സമൂസ ഫ്രൈ ആയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ സമൂസയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുമാക്കി ഇഷ്ടമായാൽ കമൻറ്റിൽ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കേ, ബൈ. അസ്സലാമു അലൈക്കും.